ഒരു ടീ. സാറേ ബാക്കി ഹലോ. അങ്ങനെയൊന്നുമില്ല. എനിവേ എന്നെ ഒരു ക്ലയന്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വിളിക്കാന്നേ. ബൈ. ഹലോ സർ, ഞാൻ ഗൗതം. രാവിലെ വിളിച്ചിരുന്നു. ചേച്ചിയാ ഫോൺ എടുത്തേ. ഗൗതം മനസ്സിലായി. വൈഫ് പറഞ്ഞിരുന്നു. എന്താ സംഭവം? ഞാൻ ലാലാജി കോർപ്പിന്റെ ഓപ്പറേഷൻസ് മാനേജറാണ്. എന്താ പ്രീതം? പ്രീതല്ല സർ, ഗൗതം. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് കുറെ വിളിച്ചിരുന്നു. സാറ് ഫോൺ എടുത്തില്ല. അതാ ഞാൻ നേരിട്ട് വന്നേ. വിളിച്ചിരുന്നോ? ഞാൻ കോളൊന്നും കണ്ടില്ല. അങ്ങനെ സംഭവിക്കാറുണ്ട്. മെസ്സേജും കണ്ടാണില്ല അല്ലെ? ശ്രദ്ധിച്ചില്ല. എന്നാ പോയല്ലോ സർ. ഇങ്ങോട്ട് സാറിനെ ബോസിനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടേ. അല്ല, അത് പിന്നെ ഞാനിപ്പോ അർജന്റായിട്ടൊരു മീറ്റിംഗിന് പോകാൻ ഇറങ്ങിയതാ. ഈവനിങ് ഓഫീസിൽ വന്നാ പോരെ? ഷോ മീറ്റിംഗ് ഉണ്ടല്ലേ? ഓ, ഇനിയിപ്പോ എന്താ ചെയ്യാ? രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ലല്ലോ. അതെ. എന്നാ മീറ്റിംഗ് മാറ്റി വെച്ചോളൂ സർ. അല്ല, സാറ് കയറിക്കോ, ഞാൻ ഡ്രൈവ് ചെയ്യാം. അപ്പൊ സമയം കളയണ്ട, അവിടെ വെയിറ്റ് ചെയ്യാം അല്ലേ? അതെ. ശരി, താങ്ക് യു. ദീപു, ഓ, സുരേഷിന്റെ തടി അല്പം കൂടിയോ? പൈസ മേടിക്കാൻ വന്നപ്പോ ഇങ്ങനെ ഇരുന്ന ചാളാ. ഹോട്ടലിലെ ഫുഡ് മുഴുവൻ നീ തന്നെയാണോ തിന്നുന്നത്? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല. എന്നാ ഐശ്വര്യമായിട്ട് രൂപ ദീപുവിന്റെ കൊടുത്തിട്ട് പോ. പിന്നെ ഞങ്ങള് പൈസ അങ്ങോട്ട് ശരിയായിട്ടില്ല. ആവൂല. അതാണല്ലോ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. നമുക്കേ അകത്ത മുറിയിലോട്ട് ഇരുന്ന് സംസാരിക്കാം. പ്ലീസ്. ചെറിയ എമൗണ്ട് അല്ലല്ലോ സുരേഷ്. അത് പിന്നെ ഞങ്ങളെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ടൈറ്റായി പോയി. പോയി. ടൈറ്റ്? ഇവൻ എന്റെ അവസ്ഥ ഓ, ഒരാഴ്ചയുടെ സമയത്ത് ഇടാ, നീ ആണ് ഫ്രോഡാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ നിനക്ക് പൈസ തന്നതേ നിന്റെ അച്ഛനോട് എനിക്കുള്ള പഴയ ബന്ധം കൊണ്ടാ. 2 മാസത്തിനകം തരാന്ന് പറഞ്ഞാ പൈസ വാങ്ങിച്ചോണ്ട് പോയത്. ഇപ്പൊ എത്ര മാസമായിടാ? 5, 7 ആയിരിക്കും. ഗുഡ് മോർണിംഗ് മായ. വൺ ഹാപ്പി ആണല്ലോ. എന്താ കാര്യം? മോന്റെ ഡിസ്ട്രിക്ട് ടീമിന് സെലക്ഷൻ കിട്ടി സർ. അടിപൊളി. ഫൈസലല്ലേ കോച്ച്? ദീപു, കമ്പനി സ്പോൺസേഡ് ഒരു ഫുൾ കിറ്റ് വാങ്ങിച്ച് അവന് കൊടുക്കണം. അവനെ നമുക്കൊരു വിരാട് കോഹ്ലി ആക്കണം. താങ്ക് യു സർ. എന്നാ മായച്ചല്ലേ? ശരി സർ. നിന്നെ ഇവിടെ ഉണ്ട്. അല്ല, എടേ 4 ദിവസത്തിനുള്ളിൽ ബാക്കി പൈസ നീ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ സുരേഷ കൊണ്ടുവരാം, ഉറപ്പായിട്ടും കൊണ്ടുവരാം. എന്നെ അറിയാലോ. ഇനി ഞാൻ ഡോറ് തുറന്നു തരണോ? അയ്യോ വേണ്ട, അങ്കിളിരുന്നോ, ഞാൻ നോക്കോളാം. സാറ് വാ. വാ സാറേ, സമയങ്ങളല്ലേ? ഒന്നും അടുത്ത ആഴ്ച പോണം. അവിടെ ചെന്ന് മോന്റെ കാര്യത്തിൽ ലാലാജി ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. നന്നായി കളിക്കാൻ പറയണം കേട്ടോ. ലഡു തീർന്നു. താങ്ക് യു. എന്താ വിശേഷം? നമസ്കാരം ലാലാജി. അങ്കളകത്തുണ്ട്. ഗൗതം മോനെ, എനിക്കിന്ന് കാണണം. വിളിക്കണേ. ഞാൻ വിളിക്കാം. ഇതാണ് ശ്രീറാം. ഹലോ ശ്രീറാം സാർ,
വരൂ 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 വരൂ. ആ, ഇരിക്കൂ പ്ലീസ്. താങ്ക് യു. മിടുക്കന. മനസ്സിലായി. അപ്പോ ശ്രീറാം സാറേ, സാറിന്റെ രണ്ടാമത്തെ അടവാണ് ഇപ്പൊ മുടങ്ങിയിരിക്കുന്നത്. അത് ലാലാജി ഒരു ഫണ്ട് വരേണ്ടത് കിട്ടിയില്ല, അതുകൊണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഈ ഫോണിൽ വിളിക്കുമ്പോ കിട്ടാതിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. നിങ്ങളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ആ ഡ്രൈവർ വേണുവിനെ വിളിച്ചാലും ഇത് തന്നെ അവസ്ഥ. അല്ല, അയാളെവിടെ? വേണു? അല്ല, വേണു ഒരു ഓട്ടത്തിലാണ്. എങ്ങോട്ടാ ഓട്ടം പോയിരിക്കുന്നത്? മലമ്പുഴ. മലയാറ്റൂരല്ലല്ലോ അല്ലേ? അല്ല, ഓട്ടത്തിലാണ്. അതൊക്കെ പോട്ടെ. സാറിന് എന്താ കുടിക്കാൻ? ചായ കാപ്പിയോ? ചായ. ഓക്കെ. ദീപു, ചായ. ബ്ലാക്ക് ടീ മതി. മകനാണ്. അത് കുഴപ്പമില്ല. പറ സാറേ, കാശ് എപ്പോ തരാൻ പറ്റും? അല്ല, ബാലാജി. ബാലാജി അല്ല, ലാലാജി. സോറി ലാലാജി, ഒരു മാസം കൂടെ എനിക്ക് സമയം തരികയാണെങ്കിൽ മുതലും പലിശ അടക്കാൻ ഞാൻ സെറ്റിൽ ചെയ്തോളാം. ഒരു മാസം? ക്രിക്കറ്റ് കാണാറുണ്ടോ? വെരി ഗുഡ്. എന്നാ പറ, അടുത്ത ബോളിൽ എന്ത് സംഭവിക്കും? അത് ഒന്ന് പറയേ, തെറ്റിയാലും കുഴപ്പമില്ല. അടുത്ത ബോള് സിക്സ് അല്ലേ? സിക്സോ? സിക്സ്. ഹെവി കോൺഫിഡൻസ്. എന്റെ അമ്മ തകർത്തു. ഈ ശുഭാപ്തി വിശ്വാസം എന്നൊക്കെ പറയുന്ന ഇതാ. ഒരു മാസമല്ലേ ചോദിച്ചത്? ഓക്കെ. താങ്ക് യു ലാലാജി, താങ്ക് യു സോ മച്ച്. വേണു, രക്ഷപ്പെട്ടല്ലോ, ഇനി പോവാലോ അല്ലേ? അതെ ലാലാജി. ലാലാജി, ഞാൻ ഇറങ്ങുക. ഒരു ഓട്ടം ഉണ്ട്. ആ, ഓടിക്കോ ഓടിക്കോ. ലാലാജി ക്യാച്ച്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഓ, ആയിക്കോട്ടെ. ഗൗതം, ആ, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? നോ സർ, ഈ മീറ്റിംഗ് കൂടി കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. മോനെ, സമയത്ത് ഭക്ഷണം പോലും കഴിക്കാതെ നീ എന്തിനാ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നേ? എന്ന് വല്ലതും കഴിക്കേ, എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്ക. ഓക്കെ. ആ, പിന്നെ ആ, നാളെ മാച്ച് ഉള്ളതാ. ഓർമ്മയുണ്ട് സർ. ഈയിടെ ആയിട്ട് നിന്റെ ഫോണിൽ ഞാൻ വിളിക്കുമ്പോഴൊക്കെ എൻഗേജഡ് ആണല്ലോടാ. ആരാ അത്? ക്ലയന്റാ സർ. മറ്റേ കൊച്ചായിരിക്കും അല്ലേ? ചെല്ല് ചെല്ല്. എന്താ ശ്രീറാം സാറെ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല ലാലാജി. ആ, ഒരു കാര്യം പറയാം. ജെയ്സൺ മോനെ, ഉറങ്ങുവാണോ നീ? കേട്ടോ ശ്രീറാം സാറേ, ഈ ഇൻട്രസ്റ്റ് ഒക്കെ തെറ്റിച്ചാല് ഞാൻ പിന്നെ അവധി അല്ലേ? പക്ഷേ പറ്റിച്ചിട്ട് മുങ്ങി നടന്ന ഞാൻ ഇതേപോലെ കൊണ്ടുപോരും. എന്നാലും ജെയ്സ, ഞാൻ നിന്റെ മുഖത്ത് തള്ളരുതെന്ന് പിള്ളേരടുത്ത് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. ചെറുപ്പമാ നീ, കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. നിന്റെ മുഖം പഞ്ചറായ പിന്നെ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ. പക്ഷെ നെഞ്ചിലും വയറിലും മാത്രമേ ഞാൻ ഇടിക്കൂ എന്ന് വിചാരിച്ച് ഇതൊരു സ്ഥിരം പരിപാടി ആക്കരുത് കേട്ടോ. അത്യാവശ്യമായിട്ടൊന്ന് പോണായിരുന്നു. പൊയ്ക്കോളൂ. പക്ഷേ നിങ്ങൾ തമ്മിലൊന്ന് പരിചയപ്പെട്ടിട്ട് പോയാ പോരെ? ഹലോ ദീപു. സോറി അപ്പ. എന്റെ ശ്രീറാം സാറേ, ഇവനെയൊന്നും ഇങ്ങനെയല്ല പരിചയപ്പെടേണ്ടത്. പിന്നെ
ഒന്നുമില്ല, സിമ്പിൾ. മുഖത്തൊഴിച്ച് എവിടെ വേണമെങ്കിലും ഇരിക്കാം. അയ്യോ, ഞാനോ? ആ, ഒരെണ്ണം മതി. ഞാനിതുവരെ ആരെയും തല്ലിയിട്ടില്ല. ആഹാ, അപ്പൊ അരങ്ങേറ്റമാണ്. എടാ ജയ്സ, നീ ഭാഗ്യവാനാ കേട്ടോ. അല്ല, ഞാൻ തല്ലിയിട്ട് ഇപ്പൊ എന്താവാനാ? ഹാ, സാറ് തല്ലിയതുകൊണ്ട് ഇവൻ നന്നാവുന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. എന്നാ പിന്നെ ഞാനെന്തിനാ വെറുതെ തല്ലണ്ട? അടിക്കടോ, അല്ല, അടിക്കടോ. ഓ, എന്റെ പൊന്നോ, എല്ലാ ഇടിയ സാറേ. കൂടിപ്പോയോ? അപ്പൊ ജയ്സ മറക്കണ്ട, അടുത്ത മാസം ഇതേ ദിവസം. ഓക്കെ, ചെല്ലേ. സോറി. അതെന്താണെന്നറിയാവോ സാറേ, അടി കൊടുക്കുമ്പോഴുള്ളൊരു സുഖം അറിഞ്ഞാലേ നാളെ അത് തിരിച്ചു കിട്ടുമ്പോഴുള്ള വേദന ആസ്വദിക്കാൻ പറ്റും. മനസ്സിലായോ? ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര മറവിയാണ്. കാരണങ്ങളിലോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ എന്നാ നമ്മുടെ ഡേറ്റ്? മാർച്ച് 8. ആ, സൂപ്പർ. എന്നാ സാർ വിട്ടോ. ഹലോ, എത്തി 10 മിനിറ്റ്. സാറേ, ആ വീടൊന്ന് പണയം വെച്ച ബാങ്കിന്റെ ഹൗസിംഗ് ലോൺ കിട്ടൂലേ, അതെടുത്ത് ലാലാജി കൊടുത്താ പോരെ? കൊടുക്കാം, ആ, പക്ഷെ അത് ശരിയാവില്ല. അന്തി അല്ല, വീട് പ്രീതിയുടെ പേരിലാണ്. ഈ കാറൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ പലിശ കുറച്ച് മുതലടച്ചൂടെ? അത് കൊടുക്കാം. ആ, പക്ഷെ ചേച്ചിയുടെ പേരിലായിരിക്കും അല്ലേ? ഈ ബൈക്ക് ബൈക്ക് ഇല്ലല്ലോ, വേണം. എന്തായാലും അത് കൂടി ചേച്ചിയുടെ പേരിലാക്കായിരുന്നല്ലേ? ഒന്നുമില്ല. ആ സാറേ, ട്രാഫിക്കിലാ. എത്തി സാറേ. ഒരു മാസത്തെ അവധിയാണ് ലാലാജി വന്നിരിക്കുന്നത്. അതിനെ വലിയ കാര്യമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ദിവസം മുപ്പരത്തുനിന്ന് പ്രതീക്ഷിക്കണ്ട. ശരിയാക്കാൻ വേണം. ശരിയാക്കണം സാറേ, എന്റെ വണ്ടി ഒരു കൊണ്ടുപോകും. ഏന്നോ എന്റെ സാറേ, മൂപ്പര് ആദ്യം തീരുമാനിച്ചിട്ടുണ്ട് സാറിന് എത്ര സമയം തരണം എന്നുള്ളത്. പിന്നെ അത് വെറുതെ ഒരു നമ്പർ ഇട്ടെന്ന്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് 2 ദിവസം മുമ്പ് വരുന്ന മാച്ചിന്റെ ഹൈലൈറ്റ് നോക്കിയിട്ട് അടുത്ത ബോൾ പ്രവചിക്കാൻ പറയാൻ ലാലാജി വെറും പോയിന്തല്ല. അത് ശരി, ഞാനും വിചാരിച്ച പുള്ളിയത്തെ. എന്ത് വിചാരിച്ച് സാറേ? വെറുതെ വിചാരിച്ചോണ്ട് നിക്കല്ലേ. സാറിനറിയോ, ഞാൻ സാറിന് വേണ്ടി പൈസ വാങ്ങാൻ പോയ സമയം ഒരു വണ്ടിക്ക് എന്തോ മറ്റേ GPS കുന്ത്രാണ്ടം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ നോക്കണ, ഉള്ളു ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പൈസ കൊടുത്തില്ലേ അവർക്ക് തോന്നുമ്പോ എന്റെ വണ്ടി എടുത്തുണ്ടോ? ഓരാത്ത നീട്ടി വേറെ തെറിഞ്ഞോ. സോറി. സാറേ, സൂക്ഷിച്ചു പോണേ. ശ്രീയേട്ടാ, എന്തെങ്കിലും ടെൻഷനുണ്ടോ? ഏയ്, എന്താ ചോദിച്ചത്? അല്ല, ഒന്നുമില്ല, എനിക്ക് തോന്നിയതാവും. എന്താ സാറേ ഒരു ടെൻഷൻ? ഏയ്, ഒന്നുമില്ല. സോറി അളിയ, നടക്കില്ല. ഇത്രയും വലിയൊരു എമൗണ്ട് ഞാൻ നോക്കട്ടെ. തനിക്ക് കറക്റ്റ് എപ്പോഴാണ് വേണ്ടത്? ഒരു 2 ആഴ്ചക്കുള്ളെങ്കിലും വേണം. ഓ, ഭയങ്കര ഡള്ളാണ് അവസ്ഥ, തനിക്കറിയാലോ. നീ ഒരു കാര്യം ചെയ്യും, ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കും. കാശിന്റെ കാര്യല്ലേ, ഞാനൊരു ഉറപ്പ് പറയുന്നില്ല. എന്തെങ്കിലും റെഡിയാവോ നോക്കട്ടെ. ഓക്കെ? ഓക്കെ സാർ. അല്ല, താൻ ആ ലണ്ടൻ മോഡൽ റെസ്റ്റോറന്റ് പ്ലാനൊക്കെ വിട്ടോ? ഏയ്, അതെങ്ങനെ നോക്കണം. നമുക്കിരിക്കാടോ, ഒരു പുതിയ ടീം വന്ന് വിട്ടിട്ടുണ്ട്. താൻ ക്ലബിലേക്ക് ഇറങ്ങാം. ശരി.
കൂടിയിടോ. സ്റ്റീഫ, എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ ഹോട്ടൽ റൂമിലൊക്കെ? അറിയാവുന്ന ആരെങ്കിലും കണ്ടാൽ? എടോ, ഇവിടെ ഒരു ടെൻഷനും വേണ്ട, ഒരുത്തനും അറിയില്ല. ഇന്ന് അറിയില്ലായിരിക്കും, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. മനസ്സിലായി. നമുക്ക് അതിനൊരു വഴി ഉണ്ടാക്കാം. വഴിയൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, കൂടെ ഉണ്ടായാ മതി. ലീന, റിലാക്സ് റിലാക്സ്. അളിയ, നീ എങ്ങനെ ഇവിടെ? അളിയൻ എവിടെ പോയി സദ്യ ഉണ്ടായാലും നമ്മൾ അറിയും. ചേച്ചേ, ഇത് അമ്മാരി കേസല്ല. ലീനയാ? അതെ. സ്റ്റീഫൻ, നീ വെറുതെ നിനക്കറിയാലോ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന്. ഓ, അളിയൻ ഏത് പണി നീ ഇഷ്ടമല്ലാത്തത്? നിന്റെ അടുത്ത് പറഞ്ഞാൽ ഇങ്ങനെ കിണിക്കുന്നറിയാം, അതുകൊണ്ടാണ് ഞാനിത് പറയാത്തത്. അവളുടെ കെട്ടിയനോ? അയാൾ അറിഞ്ഞാൽ നിനക്ക് മുട്ടം പണി കിട്ടുവേ. അളിയ, ഈ കാര്യത്തില് എനിക്ക് നിന്റെ ഹെൽപ്പ് വേണ്ടി വരും. ഈ കേസ് നടന്നു തന്നെ. ഇക്കാക്ക് വേറെ പണിയുണ്ട്. ഓഹോ, അപ്പൊ ഇക്കയ്ക്ക് ഇപ്പൊ ഇവിടെ എന്തോ പണി? ഒന്നുമില്ല, അളിയൻ ഈ കോലത്തിലൊന്ന് കാണാമെന്ന് മുത്തേ. ഡേ, കാര്യം എന്താന്ന് വെച്ചാ പറ. ഇത് രാജേഷ് നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അവരെന്നെ വിളിച്ചപ്പോയി. മൊബൈലൊന്നും എടുത്ത് നോക്ക്. സൈലന്റില്ല. പോട്ടെ, പോലീസുകാർക്ക് വേറെയും പണിയുണ്ട്. ഡേ, നീ എങ്ങ പോ. അളിയാ, ഇതെന്താ സംഭവം? ഇതോ, സാറേ, ഇത് പണിയോ? പിള്ളേരല്ലേ വേണം സാറേ, പിള്ളേരുടെ കാര്യമല്ല, ഞാൻ ഇന്ന് മറ്റോനെ കണ്ടിട്ടേ ഓന്നെ കലിപ്പിച്ചൊരു നോട്ടം നോക്കി ഓന്റെ വണ്ടിന്റെ ടാങ്കിന്റെ ഒറ്റയടി. ആര്? സാറിനെന്ന് കൂട്ടിക്കൊണ്ടില്ലേ ഓയ്? അയ്യോ, ആദം. അതല്ല സാറേ, ഗൗതം. എന്നിട്ട് എന്താ ഓന്റെ സമാധാനം കൊണ്ടുപോയി ടെൻഷൻ അടിച്ച് പകുതി ജീവൻ പോയപ്പോഴാണ് ഞാൻ സാറെ വിളിച്ചത്. സാറേ, ഇനി ഒരു 10 ദിവസം കൂടി ഉള്ളൂ, എന്റെ വണ്ടി ഒരു കൊണ്ടുപോകും. വേണൊന്ന് സമാധാനപ്പെട്, വഴിയുണ്ടാക്കാം. സാർ, ചേച്ചിയോടൊന്ന് കാര്യം പറഞ്ഞാൽ തീരുന്ന പ്രശ്നമില്ലുള്ളൂ, ചേച്ചിക്ക് മനസ്സിലാവും. അറിയാഞ്ഞിട്ടല്ല വേണു, സിറ്റുവേഷൻ ഇതായോണ്ടാ. കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. അവളെ തീരെ സ്ട്രെയിൻ ചെയ്യിക്കരുന്ന ഡോക്ടർ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാ. ഡെലിവറി ഒന്ന് കഴിഞ്ഞോട്ടെ, ഇതെല്ലാം തുറന്നു പറയാം. എനിക്കും വൈ ഇങ്ങനെ കള്ളം മനസ്സിലിട്ട് കൊണ്ടു കിടക്കാം. ഈ ഡെലിവറി നേരത്തെ ആക്കാൻ വല്ല വഴിയുണ്ടോ? ഞാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് മതി. സാറേ, കഥയുടെ കാര്യം എന്തായി? ട്വിസ്റ്റ് കിട്ടണ്ടേ ബാബേട്ടാ? ഒന്ന് പെട്ടെന്ന് വേണേ സാറേ. നോക്കാം. സാറേ, വീടിന്റെ അപ്പുറത്തുള്ള ചേച്ചി വിളിക്കുന്നത് ഡെയ്സി ശ്രീധരൻ. എന്ത് തോന്നിവാസാണ്. അവരുടെ ഹസ്ബൻഡ് പേര് അലക്സ് എന്നാണ്. സോറി സാറേ, ഇതിലെ 2-3 ഡേയ്സിനെ അതുകൊണ്ട് മാറിപ്പോണ്ടിരിക്കാൻ വേണ്ടി ചെയ്താ. ചേച്ചി ഇപ്പൊ എന്തിനാ വിളിക്കണേ? ഞാനിവിടെ നിൽക്കണ കണ്ടിട്ടാണെങ്കിൽ ഇനി ഓഫീസിൽ പോകാത്തിന് 100 നുണ പറയേണ്ടി വരും. അല്ല, ഇവരെന്തിനാ എന്നെ വിളിക്കുന്ന? സാറെ ഫോണോടെ? എന്റെ ഫോൺ കാറില, നീ എടുക്ക. ആരെടുത്തോ? എടുക്ക. എന്താ ചേച്ചി, സാറിന്റെ കൂടെ ഇവിടെ ഇല്ലല്ലോ? ആണോ? എപ്പോ? ഓക്കെ ചേച്ചി, ഞാൻ ഓഫീസിൽ പോയിട്ട് സാറെ കൂട്ടിട്ട് വരാം. ഓക്കെ. എന്താ സാർ റിക്വസ്റ്റ് വിളിച്ച് ഡെയ്സി ചേച്ചി ഹോസ്പിറ്റലാ? അല്ല, പ്രീ ചേച്ചി ഹോസ്പിറ്റൽ. സോറി മോളെ, കോള് കണ്ടില്ല, സൈലന്റ് മോഡിലായിരുന്നു. അത് സാരല്ല ശ്രീയേട്ടാ, ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ ശ്രീയേട്ടൻ വല്ല ടീം മീറ്റിംഗിലായിരിക്കും, അതാ ഫോൺ എടുക്കാത്തെന്ന്. താൻ എന്തിനാ ടെൻഷൻ ആവണത്? ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. മോക്കൊരു വല്ലായക തോന്നിയത് കൊണ്ടാണേ കൊണ്ടുവന്നത്. പറഞ്ഞതിലും ഒരു 1 വീക്ക് നേരത്തെ ആവാൻ ചാൻസ് ഉണ്ട് ഡെലിവറി ഡേറ്റ്. അതുകൊണ്ടാ പുള്ളി അഡ്മിറ്റ് ചെയ്തത്. ഇവിടെ ഒബ്സർവേഷനിലായിരിക്കുമ്പോ നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ലല്ലോ. താങ്ക് യു ചേച്ചി. ചേച്ചി ഇവിടെ ഉള്ളത് ആകെ ഒരു സമാധാനം. സന്തോഷായി. ഹലോ, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. ഹസ്ബൻഡ് അല്ലേ? അതെ. കുറച്ചു ദിവസം ഇവിടെ കാണുമല്ലോ അല്ലേ? കാണും. റൂമിന്റെ അഡ്വാൻസ് ഒന്ന് പേ ചെയ്യണമായിരുന്നു. പിന്നെന്താ, ഇപ്പൊ തന്നെ അടച്ചേക്കാം.
തിരക്കില്ല, പതുക്കെ മതി. പറഞ്ഞു കൊടുക്കരുത്. ഹലോ, ഈ ഫോൺ എക്സ്ക്യൂസ് മീ. ശ്രീറാം സാറല്ലേ? സാംസൺ ഇവിടെ? സാംസൺ അല്ല സാറേ, ജെയ്സൺ. തോംസൺ. ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. ആട്ടെ, സാറിന് എന്താ വേണ്ടേ? ഈ ഫോൺ എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, ഒന്ന് കൊടുക്കാന്ന് വിചാരിക്കാം. എന്താ സാറേ, ഫോണൊക്കെ കൊടുക്കേണ്ട ഗതിയായോ? ഹേയ്, ഇത്ര ഹെവി ഫോണിന്റെ ആവശ്യം എനിക്കില്ല. കാരണം ഈ നെറ്റും ഗെയിമൊക്കെ നോക്കിയിട്ട് ടൈം പോണ അറിയില്ല. അതുകൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ച. ഇതില് ഗെയിമൊന്നും കാണുന്നില്ലല്ലോ സാറേ. അത് ഡിലീറ്റ് ചെയ്തു അടുത്തപ്പോ. മോനെ ജയ്സാ, ആ 3GB എടുത്തേ. 3GB വൈറ്റ്. ഓക്കേട്ടാ. അപ്പൊ സാർ ഇതിന് എത്ര പ്രതീക്ഷിക്കുന്നത്? അല്ല, എന്ത് വില കിട്ടും? ഇതിനിപ്പോ സാറേ ഒരു 18 തരാം. അയ്യോ, അത് പറ്റില്ല. ബില്ലോ? അല്ല, ഇത് പർച്ചേസ് ചെയ്യുമ്പോ ബില്ലിലൊരു 45,000 എബോ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 25,000 എങ്കിലും കിട്ടണ്ടേ? ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞ സാറിന് ഇപ്പൊ കാശിന് അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ നെറ്റ് യൂസ് ചെയ്തും ഗെയിം കളിച്ച് സമയം കളയാതിരിക്കാൻ വേണ്ടി ഫോൺ വെക്കണം. 25,000 രൂപ കിട്ടുകയും വേണം. സാർ ഞാൻ എന്റെ റിസ്കിൽ ഒരു 20,000 വരെ തരാം. അത് കൂടുതൽ എന്റെ പണി പോകും. 20 ഓക്കെ ആക്കാം. അല്ല, ഇതിന്റെ ചാർജർ ഹെഡ്സെറ്റും ഒക്കെ? അയ്യോ, അത് വീട്ടിലായിപ്പോയി. ഞാൻ എത്തിച്ചേരാം. വേണേ? ഷുവർ. സാറിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓ, വിത്ത് പ്ലഷർ. ഓക്കെ. സാർ അല്ല, എണ്ണുന്നില്ലേ? ജെയ്സൺ വിശ്വാസം. സാറേ, സിമ്മൂരി വേറൊരു ഫോണുണ്ട്. വേറെ വാങ്ങണം. ഇതിനെന്താ വില? അത് 3000. സാറൊരു കാര്യം ചെയ്യും, ഇതിപ്പോ എടുത്തോ. അത് പിന്നെ സെറ്റിൽ ചെയ്താൽ മതി. അല്ല ജയ്സാറിപ്പോ. സാരല്ല സാറേ, എനിക്ക് സാറിന് വിശ്വാസമാണ്. ഓക്കെ. സാറേ, ഈ പേപ്പർ സാറിന്റെ ആണോ? ഏത് പേപ്പർ? ഭയങ്കര തിരക്കായതുകൊണ്ട് പറഞ്ഞു. ഹലോ. ശ്രീറാം സാർ ബിസിയാണോ? അല്ല, പറയൂ. നാളെ നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെന്താ? ഓക്കെ, ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് ഫ്രീ ആവുമോ? ഓക്കെ, അപ്പൊ സ്ഥലം ഞാൻ അറിയിക്കാം. എന്നാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ബില്ല് വന്നോളൂ. 1 minute. ആ. ഹലോ, നടക്കോ? എന്തായി കാര്യങ്ങള്? ഒന്നും ആയില്ലടാ. ബിസിനസ് ഒക്കെ ഭയങ്കര ഡല്ലാ. ഇവിടത്തെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയിലും ലോകത്തിലും മൊത്തം ഡല്ലാ ബിസിനസ്. അതെ, 4 ദിവസം എന്ന് പറഞ്ഞിട്ട് 4 ആഴ്ച വരെ. ഇനി ലാലാജി വെയിറ്റ് ചെയ്യില്ല കേട്ടോ. എനിക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. പിന്നെ ഞാൻ വേണം ഇതിലൊന്നും പറഞ്ഞേക്കരുത്. എക്സ്ക്യൂസ് മീ സർ, സാറിന്റെ ബിൽ. എന്നാ ശരി. ഇതും ക്യാൻസൽ ചെയ്ത്. എന്താ സാർ, വല്ല കലിപ്പുവാണോ? ഈ പോയവനാണോ? ഒരു ബിസിനസ് ഒക്കെ ആവുമ്പോൾ ഇങ്ങനത്തെ ചില നമ്പറുകളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ ഷെർണേ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവത്തില്ല. അപ്പോ മൊത്തത്തിലൊന്ന് നോക്കണം. ഓക്കെ? എന്താ പരിപാടി? ചെറിയൊരു വെക്കേഷൻ, നിമ്മി മോനെ കുട്ടി. വെക്കേഷനോ? എങ്ങട്ടാ? ഇപ്രാവശ്യം മൗറീഷ്യസ്. അവന്റെ ക്ലാസ് ഒക്കെ കുറെ പോവും. എന്നാലും 10ാം ക്ലാസ്സിലൊന്നും അല്ലല്ലോ. ഇതാ പിടിച്ചോ. ഓക്കെ, ഡൺ. ബൈ. അതെ, ഞാൻ തിരിച്ചു വരുമ്പോഴും ഈ സ്ഥാപനം ഇതുപോലെ ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യണം. എക്സ്ക്യൂസ് മീ. ഇങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോ ലൈഫ് ഇങ്ങനെയൊക്കെ ആവുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. എല്ലാ ഇറക്കത്തിനും ഒരു കയറ്റം ഉണ്ടാവും സാറേ. ധൈര്യമായിട്ടിരിക്കും. ആ ഒരു പ്രതീക്ഷയിലാ പിടിച്ചേക്കുന്ന. ആ ലാലജിയുടെ പൈസ കൊടുക്കാൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ? സത്യം പറഞ്ഞാ ഞാനിപ്പോ ബ്ലാങ്കാ. തന്റെ കാര്യം എന്തെങ്കിലും റെഡിയാ? എവിടെ? ഈ കഥനകഥ പറയുന്നതിന്റെ ഇടയിൽ ചോദിക്കാൻ വിട്ടുപോയി. എന്തിനാ കാണണമെന്ന് പറഞ്ഞ? ഈ കടം എങ്ങനെയും തീർക്കണം സാറേ. അതിന് പൈസ വേണം. അതില്ലാതെ ജീവിക്കുന്നവരൊരു വൃത്തിയായിട്ട് ഏർപ്പാടാണ്. സത്യം. ഒരു വഴിയുണ്ട്. വർക്കൗട്ടായ ലോട്ടറിയാ. എന്തു വഴി? ഇയാളെ അറിയോ? ഇത് എബ്രാമാത്തല്ലേ, ബിൽഡർ? ബിൽഡർ മാത്രമൊന്നുമല്ല, പുള്ളിക്ക് വേറെ കുറെ ബിസിനസ് ഉണ്ട്. പിന്നെ ഈ വരുന്ന ഇലക്ഷൻ MP ആവാൻ മത്സരിക്കുന്നുണ്ട്. അറിയാം. പുള്ളിയെ പരിചയട്ടോ? അല്ല, ഇങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യോ? പരിചയമൊന്നുമില്ല, പക്ഷെ ഹെൽപ്പ് നമുക്ക് വേണമെങ്കിൽ ചെയ്യിച്ചെടുക്കാം. ചെയ്യിച്ചെടുക്കാന്ന് വെച്ചാ പറയാം സാർ. ആദ്യം ഇതൊന്ന് കാണും. അല്ല, ഇത് മറ്റേ കുട്ടിയല്ലേ? ഒരു 6 മാസം മുമ്പ് കാണാതായ സോഷ്യൽ ആക്ടിവിസ്റ്റ് നിത്യ ഹരിദാസ്. ആ കാറിനകത്തിരിക്കുന്നത് ഇയാളും. നോക്കണ്ട, അയാള് തന്നെ. അല്ല, അതുകൊണ്ട് നമ്മളത് അയാളെ കാണിച്ചിട്ട് കുറച്ച് കാശ് ചോദിക്കുന്നു, അയാൾ തരുന്നു. അതോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവുന്നു. സാറേ, എന്റെ പൊന്ന് സാംസ, എന്നെ അങ്ങോട്ടേക്ക്. നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല, ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുമില്ല. തന്റെ 3000 രൂപ ഞാൻ ആരെങ്കിലും ഏത് കടയിൽ കൊടുത്തേച്ചേക്കാം. നമ്മൾ തമ്മിൽ ഇനി... സാർ, ഒരു മിനിറ്റ്. ഒരാഴ്ച കഴിയുമ്പോൾ ലാലാജിയുടെ പൈസ കൊടുക്കണം. അതിന്റെ അപ്പുറത്ത് ഹോസ്പിറ്റലിലെ ചെലവ്, സാറിന്റെ മോളുടെ പഠിത്തം, മുന്നോട്ടുള്ള ജീവിതം, എല്ലാത്തിനും പൈസ വേണ്ടേ? ഇതിനൊക്കെ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടെങ്കിൽ സാറ് പോയിക്കോ. എന്നിട്ട് അല്ല, ഇതെങ്ങനെ തന്റെ കയ്യിൽ വന്നു? കുറച്ചു കാലം മുമ്പ് പോലീസ് കൺട്രോൾ റൂമിലെ CCTVയുടെ ഒരു കംപ്ലൈന്റ് നോക്കാൻ ഞാൻ അവിടെ പോയായിരുന്നു. കെൽട്രോണിന്റെ ടെക്നീഷ്യൻ ഓണത്തിന്റെ അവധിക്ക് എങ്ങാണ്ട് വീട്ടിൽ പോയതാ. കടയിൽ വന്നുള്ള പരിചയം വെച്ചിട്ട് അവനറിയാം ഞാൻ ഈ പണിയൊക്കെ ചെയ്യുമെന്ന്. അവിടെ ചെന്ന് നോക്കിയപ്പോ ചെറിയ എന്തോ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. വെറുതെ തലേന്നത്തെ വിഷ്വൽസ് ഒക്കെ ഒന്ന് ഓടിച്ചു നോക്കിയതാ. അപ്പോഴാ ഇത് കാണുന്നത്. അപ്പൊ തന്നെ ഇത് എന്റെ ഹാർഡ് ഡ്രൈവിലേക്ക് ഞാൻ കോപ്പി ചെയ്തു, അവിടുത്തെ സെർവറിന്ന് ഡിലീറ്റ് ചെയ്തു. സാറേ, ഈ ക്ലിപ്പ് നമ്മൾ അയാളെ കാണിച്ചിട്ട് കുറച്ച് പൈസ ചോദിക്കുന്നു. അത് അയാൾ തരാൻ തയ്യാറായ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? അല്ല, അയാളെങ്ങാനും പോലീസിനെ അറിയിച്ചു? ഇത് പോലീസ് അറിയാതിരിക്കേണ്ടത് അയാളുടെ ആവശ്യമല്ലേ? ആണല്ലേ? സംസ, പോലീസ്. എന്താ പരിപാടി? പ്രേമോ?
കല്യാണം കഴിക്കുമോ? സാറ് സാധാ പോലീസാണോ അതോ മോറൽ പോലീസോ? സാധാ പോലീസ് അവളെ. സാധാ പോലീസുകാരന് ഇപ്പൊ എന്താ അറിയണ്ടേ? ചോദിക്കട്ടെ? ചോദിക്കേ, ഞാൻ പറയാം. നിങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ കൈ കാണിച്ചായിരുന്നു, പക്ഷെ മോന് തിരക്കായതുകൊണ്ടാന്ന് തോന്നുന്നു നിർത്തിയില്ല. സൂപ്പർ ടാക്സ് ഒക്കെ അടക്കണ വണ്ടിയല്ലേ സാറേ, ചിലപ്പോ നിന്നില്ലാന്നൊക്കെ ഇരിക്കും. മനു ചെറുതരി സാരമില്ല, പോട്ടെ, ഒന്നും പറ്റിയില്ലല്ലോ. ആ ഇനി ഇതിലെന്താ ഉള്ളതെന്ന് നോക്കാം. എന്താ മോനെ ഇത്? ഇതെന്താന്ന്? മഹാവിടായ്പ സൂക്ഷിച്ചോണേ, ഇതിലൊന്നും പോയി ചാടരുത്. എപ്പോഴും ഇക്കയ്ക്ക് തുടർന്ന് രക്ഷിക്കാൻ പറ്റുന്ന വരില്ല. വാ. ആ പോയതാണ് CA ഷാജഹാൻ. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? പിന്നെ മഹാ ഫ്രോഡ് ഐറ്റമാണ്. കണ്ടാ പറയില്ല കേട്ടോ. എന്തായി എബ്രഹാം മാത്തന്റെ കാര്യം? അല്ല ജോൺസാ, സോറി. നീ ഇരിക്കും. സാർ, ഇത് ശരൺ, എന്റെ ഫ്രണ്ടാണ്. ഇവക്കെല്ലാം അറിയാം. ഹായ് സാർ. സാറേ, ഈ സംഭവം കുഴപ്പമുണ്ടോ? ആ പയ്യൻ നമ്മുടെ മേയർ അസിസ്റ്റന്റ് സാറിന്റെ മകനാണ്. അറിയാടാ, ഈ അഗസ്റ്റിൻ സാറിനെ കൊണ്ട് ഒരാവശ്യമുണ്ട്. ഞാൻ പറയാറില്ലേ, കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവുകൾ. നീ സ്റ്റേഷനോട്ട് പോയിക്കോ, ഞാൻ വന്നോളാം. അല്ല, എങ്ങോട്ടാണ് സ്റ്റൈലായിട്ട്? മറ്റേ കേരള മാട്രിമോണി അത് വർക്കൗട്ടായ? ആ, ഒരെണ്ണം ഒത്തു വന്നിട്ടുണ്ടാ, കാണാൻ പോവാ. ഇത് നടക്കും. നടക്കോ? വല്ല പ്രശ്നമായ? ഒരു പ്രശ്നവും ഉണ്ടാവില്ല സാറേ. നമ്മളിത് ആക്ച്വലി അയാൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സഹായമല്ലേ. ഈ ക്ലിപ്പ് അന്ന് ഞാൻ കൺട്രോൾ റൂമിൽ നിന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് അയാൾ അകത്തായിരുന്നു. അപ്പൊ അയാളെ രക്ഷിച്ചതിന് പകരമായിട്ട് നമ്മൾ കുറച്ച് പൈസ ചോദിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അയാളുടെ ഒരു റേഞ്ച് വെച്ച് 2 കോടി വരെ ചോദിക്കാനാണ് പ്ലാൻ. 2 കോടി? സോറി, 2 കോടിയൊക്കെ ചോദിച്ചാൽ അയാൾക്ക് തരാൻ പറ്റുമോ? പിന്നെ അയാൾക്ക് ഇതൊരു എമൗണ്ടേ അല്ല. സാറേ, ഈ ക്ലിപ്പ് എന്റെ കിട്ടുന്ന സമയത്ത് അയാൾ ഒരു ബിസിനസ്മാൻ മാത്രമായിരുന്നു. അപ്പം ഞാൻ ഇതുമായിട്ട് പോയിരുന്നെങ്കിൽ അയാൾ ഒരു കൈ നോക്കിയേനെ. പക്ഷെ ഇപ്പൊ ഇലക്ഷന്റെ ചൂടാണ്, മിണ്ടാതെ ഒതുക്കാനേ നോക്കത്തുള്ളൂ. സാർ ധൈര്യമായിട്ടിരിക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരാനുള്ള ഒരു വഴിയായിട്ട് ഇതിനെ കണ്ടാൽ മതി. അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്ക് ഇത് ചെയ്താൽ പോരെ? എന്തിനാ ഞാൻ? സാറ് വേണോന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പമാണ്. ഞങ്ങളായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അബദ്ധം ഉണ്ടാവും. പ്രായവും പക്വതയൊക്കെയുള്ള സാറ് ഞങ്ങളോടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊരു ധൈര്യമാണ്. പിന്നെ നമ്മൾ പരിചയപ്പെട്ടിട്ട് അധികം ആയില്ലെങ്കിലും സാറിനോട് എന്തോ ഒരു ആത്മബന്ധമൊക്കെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ സാറിന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല സാറേ, ഇതൊരു മാതിരി സിനിമയിലേക്ക് ഡയലോഗ് പോലെ. സാറേ, ഇതെന്റെ അമ്മയും പെങ്ങളുമാണ്. അമ്മ കിടപ്പില്ല. ഇവളുടെ ആണെങ്കിൽ പഠിത്തം മുടങ്ങുന്ന അവസ്ഥ. സോറി. അല്ല, സാറൊന്നും പറഞ്ഞില്ല. വാഷ്റൂം വാഷ്റൂം അവിടെ പോയിട്ട് പെട്ടെന്ന് വരാം. സമയം എടുത്തോളൂ. അതെ, ഇയാൾ ഓക്കെ ആവോ? എന്താ ഓക്കെ ആവാത്തത്? എന്തോ ഒട്ടും ധൈര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരുമാതിരി ഒരു ഡീസന്റ് ലുക്കും. ഇടി ഇങ്ങനെ ഒരാളാണ് പെർഫെക്റ്റ്. ക്യാഷിന് നല്ല ആവശ്യമുള്ളതുകൊണ്ട് അയാൾ കൂടെ നിന്നോളൂ. പിന്നെ അധികം ബുദ്ധിയും ധൈര്യമുള്ള ആളായ നമുക്ക് തന്നെ പണിയാവും. ഇതാകുമ്പോ കുഴപ്പമില്ല, പൈസ പോയി വാങ്ങാൻ മാത്രമല്ലേ, അതയാൾ ചെയ്തോളൂ. ഓക്കെ. അപ്പൊ എങ്ങനെയാ സാറേ? സാർ, എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ശരി, പക്ഷെ വേഗം വേണം സാറേ, ഇതിന് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ.
എവിടെയായിരുന്നു? അതെ, ഒരു ബില്ല് പെൻഡിങ് ഉണ്ടായിരുന്നു. അടച്ചില്ലെങ്കിലേ മെഡിസിൻ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതാ, സോറി. അല്ല, പെട്ടെന്ന് തിരക്കില്ല, പതുക്കെ അടിച്ചാ മതി. ശരി എന്നാ. സാറ് കയറി കണ്ടോളൂ കേട്ടോ. ഞാൻ തന്നെ സംസാരിക്കണം അല്ലേ? പിന്നെ പണിയെടുത്താലേ പൈസ കിട്ടും. ഇനി നീ കാഫേയിൽ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന പോലെ സംസാരിച്ചാൽ മതി. ഓൾ ദി ബെസ്റ്റ്. അത് ശരിയാ, പൈസ അല്ലല്ലോ ഏറ്റവും വലുത്, അല്ലേ? പിന്നെ വിശ്വാസമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മളെ ഒന്നും മറന്നേക്കരുത് എന്റെ പൊന്നു സാറേ. എന്താ ലാലാജി, നിങ്ങളൊക്കെ മറന്നാ പിന്നെ ആരെ ഓർക്കാനാ? നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് എന്നും ഉണ്ടാവണം. അത് പിന്നെ പറയണോ? സപ്പോർട്ടല്ലേ ഈ ഇരിക്കുന്നത്. താങ്ക് യു ലാലാജി. എടുക്കും, നീ വിളിച്ചോണ്ടിരിക്കും. അപ്പൊ സാറേ ഞങ്ങൾ ഇറങ്ങുക. ശരി സ്റ്റീഫ, ഉഷാറാക്ക്. ആയിക്കോട്ടെ. ഓൾ ദി ബെസ്റ്റ്. സ്റ്റീഫ, ഹലോ, എബ്രഹാം മാത്തൻ സാറല്ലേ? അതെ സാർ, എന്റെ പേര് നാൻസി. സാറിന്റെ ഒരു സപ്പോർട്ടറാണ്. പറയൂ നാൻസി. സാർ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മാറ്റർ ആയതുകൊണ്ടാണ് ഇപ്പൊ തന്നെ വിളിച്ചത്. സാർ ബിസിയാണോ? തിരക്കുണ്ട്, സാറല്ലേ, പറഞ്ഞോളൂ. സാർ, ഞങ്ങൾ അയച്ച ഒരു സാധനം അവിടെ എത്തിയിട്ടുണ്ട്. അത് സാറിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സാർ ഒന്ന് നോക്കുവോ? നാൻസി ആരുടെ കയ്യിലാ കൊടുത്തു വെച്ചത്? അയ്യോ സാർ, ആരുടെയും കയ്യിലൊന്നുമില്ല. അത് സാറിന്റെ പേഴ്സണൽ മെയിലിലേക്ക് അയച്ചേക്കുന്നേ. മെയിലിലോ? മെയിലൊന്നും നോക്കാൻ സമയമില്ല കുട്ടി, പിന്നെ വിളിക്കട്ടോ. അയ്യോ സാർ, കട്ടയില്ലേ സാർ, അങ്ങനെ ഒരു കാര്യമില്ലാത്ത മെയിലല്ല സാർ. ഒരു ക്ലൂ തരാം. 6 മാസം മുമ്പ് ഒരു നിത്യ ഹരിദാസ് എന്നൊരു പെൺകുട്ടിയെ കാണാതായില്ലേ? ആ കേസുമായി റിലേറ്റഡ് ആണ്. ആരാ നീ? അയ്യോ സാർ, ടെൻഷനൊന്നും ആവണ്ട. ഞങ്ങൾ സാറിന്റെ ശത്രുക്കളൊന്നുമല്ല. സാർ ഒരു കാര്യം ചെയ്യും, ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. സാർ ആ മെയിൽ ഒന്ന് ചെക്ക് ചെയ്യണേ. ഹലോ. എന്നാ സാറേ, ഞാൻ ആയിക്കോട്ടെ. മറ്റേ സ്ഥലത്തിന്റെ സെറ്റിൽമെന്റ് നാളെ. മേയർ അഗസ്റ്റിന്റെ പ്രശ്നം ഷാജഹാൻ സെറ്റിൽ ചെയ്ത്. ഓക്കെ, ഗുഡ്. ശരി. നീ പോവില്ലേ? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഞാൻ വെയിറ്റ് ചെയ്യും.